കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം ഇവർ മേഴ്സി കോളേജിൽ ഈ വീട് വെച്ചിട്ട് മേഴ്സി കോളേജിൻ്റെ അവിടെ ഇറങ്ങിയാൽ പിന്നെ അയാൾ മരിച്ചു. പിന്നെ അങ്ങനെ ഇതായി. അല്ല ആള് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെ അന്ന് ഇന്ദിര വന്നപ്പോൾ ഒറ്റപ്പാലത്ത് ഇന്ദിരാഗാന്ധി വന്നപ്പോൾ ഇയാളുടെ ജീപ്പിലൊക്കെ വന്നത്. അതന്നെ ഇയാളുടെ ജീപ്പിലാണ് ഇന്ദിരാഗാന്ധി വന്നത്. അന്ന് വാഴപ്പുറത്ത് ഹെലികോപ്റ്ററിലേക്ക് അങ്ങോട്ട് വന്നത്. വണ്ടി കോൺഗ്രസ്സുകാരുടെ വണ്ടി നിരത്തി നിർത്തുക. എന്നിട്ട് അതിൻ്റെ മുമ്പിലൂടെ നിൽക്കും ഡ്രൈവറായിട്ട്. അപ്പം എന്നിട്ട് ആദ്യത്തെ നടന്നു വന്നിട്ട് ഒരു വണ്ടി ഇയാളുടെ വണ്ടിയാണ്. ആ വണ്ടി രാജാമസൈക്കാരൻ വണ്ടിയാണ്. പഴയ വണ്ടി ഇന്ദിരാഗാന്ധി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ രാജാമസൈക്ക് മൂപ്പര് വണ്ടിയാണ്. ആര് അതെ ചന്ദ്ര അതെന്ത് സംഭവം അറിയോ? അച്ഛൻ വന്നിട്ട് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് കിട്ടുക. അതെ ഈവൻ മൊസൈക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ വിൽക്കുക. അപ്പം എൻ്റെ അനുജൻ്റെ ഒരു ജോലി അല്ലേ? അല്ലേ? അതെ രവി പറഞ്ഞ ചെക്കല്ലേ അവൻ്റെ അനുജന് രാജൻ്റെ രവിന്ന് എന്താ പേരാണ്ട്. അവൻ അതന്നെ അനുജൻ. ഇവരുടെ പണി എന്താ വെച്ചാൽ ഇവൻ സാധനങ്ങളൊക്കെ കൊടുക്കും. ചെറിയ വന്നിട്ട് പറമ്പിൻ്റെ ആ പണി ഇവനും. അതെ അതാണ് സംഭവം. അപ്പോൾ ഒരു പണിയുടെ ഫുള്ളായിട്ടുള്ള വർക്കുകൾ കിട്ടാണല്ലോ ഒരു വീടിൻ്റെ. അപ്പം അതിൻ്റെ സാധനങ്ങൾ അങ്ങനെ കയറി വന്നതാണ്. ശരി. ശരി. അത് ശരി. അതെ എന്താ എന്നോടും പറഞ്ഞു
എന്നോട് പറഞ്ഞു ചെറുതായിട്ടൊന്ന് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടം തരാ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറേ കാലമായിട്ടുള്ള പരിചയമാണെന്ന് പറഞ്ഞു. പറയണ്ടേ? അതെ അതെ, സ്ഥലം ചെയ്യാൻ പറയുള്ളൂ. സ്ഥലം കമ്മിയാണ്, സ്ഥലം കമ്മിയെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഇല്ലാന്നിട്ട് എന്ത് പ്രശ്നം അറിയോ? ഒരു വാഴ ഒരു തെങ്ങോ ഒന്നും വെക്കാൻ പറ്റില്ല. ഒരു ചെടിയോ ഒരു വാഴയോ ഒരു തെങ്ങോ ഒന്നും വെക്കാൻ പറ്റില്ല. പിന്നെ മുട്ട വെയിലാവും ചെയ്യും. അല്ല വെയിൽ ചൂടായി കളിയൊന്നും ഉണ്ടാവില്ലേ? അത് എന്തും വെച്ചാൽ മൂന്ന് കുറച്ച് സ്ഥലം വേണം. അതെ അതെ, അല്ല എന്നാലും പറയുക അതങ്ങനത്തെ ഒരു സ്ഥലം നോക്കിയിട്ട് മതി പറഞ്ഞാൽ അത് കഴിയില്ലേ? പിന്നിപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടോ ഒന്നും ഇങ്ങനെ കേസുകാർ 6 സെൻറ്റ് സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, പിന്നെ എന്താ ഈ സ്ഥലം ഉള്ളത് നോക്കാറില്ലേ എന്ന് ചോദിച്ചു. അവിടുത്തെ തിരക്കില്ല, നല്ല വീടാണ്. വീട് അല്ലാതെ വീടല്ല പ്രശ്നം, വീട് നന്നായിട്ടുണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം അറിയോ? നമുക്കൊരു കിണറോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിണറുണ്ടാവും ചിലപ്പോൾ. പിന്നെ ഈ ഇത് വേണ്ടേ നമുക്കൊരു ഒരു വാഴയോ ഒരു തെങ്ങോ എന്തെങ്കിലും തണുപ്പിന്. ഇത് മൊത്തം വെയിൽ മാതിരിയാവുമല്ലോ. അതാ പ്രശ്നം. ആ ഒരു പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സ്ഥലം കണ്ടു കഴിഞ്ഞ് 2 തെങ്ങ് വെച്ചാൽ കാറ്റിൽ തണുപ്പിന് ഇരിക്കുക. ആ അതന്നെ, അതെ അതെ അതെ, ഞാൻ പറഞ്ഞു ആ അതിന് ഒന്നുമില്ലാന്ന് ഒരു ചെടി വെച്ചാൽ നല്ലത്, ഒന്നും വലുതും ഒക്കെ വാങ്ങണ്ടേ. അതാ ഞാൻ പറഞ്ഞ ലോഡ്ജ് മാതിരിയാവുന്നേ. ഒരു വാഴ ഒരു ചേമ്പോ എന്തെങ്കിലും കൊണ്ട് വെക്കാതില്ലേ ഉണ്ടാവുമോ? അത് നമുക്കിപ്പോൾ അതിന് ലാഭം കിട്ടിയിട്ടൊന്നുമല്ല, എന്നാലും ശരി. ആ അതന്നെ, വാണിജ്യാസിനെ എവിടെ ഒന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞു. അത് എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞോ? ആ ആ വള്ളിയിലുള്ള കായൊക്കെ നല്ലതാണ്. വള്ളിയിലുണ്ടാവുന്നത് അല്ല ഈ കോവയ്ക്ക, അതേമാതിരി ഈ കുമ്പളങ്ങ, മത്തങ്ങ, പടവലങ്ങ, കയറ്റ. ആ അതന്നെ, ഈ സാധനം മാറി മാറി കഴിക്കണം. നമ്മൾ ചെടിയിലുണ്ടാവണത് വള്ളിയിലുണ്ടാവണം, മണ്ണിൻ്റെ അടിയിലുണ്ടാവണത് ഇങ്ങനെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ അത് അതന്നെ, ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ ചേമ്പ് ചേന ചേമ്പ് കിഴങ്ങ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ? അതെ, ചേന ചേമ്പ് കിഴങ്ങ് കാവത്ത്